ഒത്തിരി ഇഷ്ടമായി. നമ്മൾ സ്റ്റോറിയൊക്കെ കേട്ടു, നമ്മൾ അങ്ങനെയൊക്കെയാണ് സിനിമ ചെയ്തതെങ്കിൽ പോലും ഓവറോൾ ഒരു സിനിമയായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. എല്ലാ ഓഡിയൻസിന്റെ ഒക്കെ കൂടെ തന്നെയാണ് കണ്ടത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ജിസ് ചേട്ടന് മൊത്തത്തിലുള്ളൊരു അല്ലേ ഒരു ഫീൽ ഗുഡ് മൂവിയുടെ ആളെന്നാണ് എപ്പോഴും ജിസ് ചേട്ടനെ എല്ലാവരും പറയുന്നത്, ലേബൽ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു തലവൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞാൽ ജിസ് ചേട്ടന്റെ ആ ഒരു ലേബല് ശരിക്കും മാറും. എനിക്ക് തോന്നുന്നില്ല ആർക്കും ഇതിൽ എന്താണ് ഗസ് വർക്ക് ചെയ്യാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയും വളരെ ഫുൾ പ്രൂഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ഒത്തിരി ഹാപ്പി ഇത്രയും നല്ലൊരു സിനിമയുടെ പാർട്ടായതില്. എല്ലാം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ. ബീച്ചേട്ടനാണെങ്കിലും കുറെ സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. 5ാമത്തെ സിനിമ ഇപ്പൊ ബീച്ചേട്ടന്റെ കൂടെ, അതേപോലെ ആസിഫിക്കയുടെ കൂടെ ആണെങ്കിലും ചെയ്തിട്ടുണ്ട്. എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയായിരുന്നു. ആദ്യമേ തന്നെ നമുക്കൊരു എന്താ പറയുന്നത് നന്നാവും എന്ന് തോന്നുന്ന ഒരു സിനിമയായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഇൻറ്റ്യൂഷനോ അങ്ങനെ എന്തൊക്കെയോ നമുക്ക് തോന്നില്ലേ, ഒരു പോസിറ്റീവ് ഫീലിംഗ്, അങ്ങനെ ഫീൽ ചെയ്യുന്നൊരു സിനിമയായിരുന്നു. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് നല്ല നിലയിൽ നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ജിസേട്ടന്റെ മൂവി ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഫീൽ ഗുഡ് മൂവിനെ അപേക്ഷിച്ച് അദ്ദേഹവും ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ചിത്രമാണ് സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ. അപ്പൊ അതിലൊരു പാർട്ടാവാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അവരുടെ റെസ്പോൺസ് തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. സോ എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇതിൽ പ്രധാന കഥാപാത്രം ചെയ്ത ആളാണ്. നമസ്കാരം. അതെ, പറയൂ ചേട്ടാ. എനിക്ക് സത്യത്തിൽ ഈ പടത്തെ കുറിച്ച് കഥ അറിയാം, പക്ഷെ ഇതെങ്ങനെ മേക്ക് ചെയ്ത് എടുക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. സ്ക്രീനിൽ കണ്ണെടുത്തില്ല എന്നുള്ളതാണ് സത്യം. ഈ അവധിക്കാലത്തിന്റെ അവസാന നിമിഷങ്ങൾ നമുക്ക് ഈ തലവനോടൊപ്പം ആഘോഷിക്കാം. എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. നന്നായി എൻജോയ് ചെയ്യുക. നന്ദി. ഭയങ്കര സന്തോഷമല്ലേ, ഒരുപാട് സന്തോഷമുണ്ട്. കണ്ടില്ലേ, പടം കണ്ടല്ലോ അല്ലേ? യെസ്, എല്ലാവരും നല്ല റിപ്പോർട്ട് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഇതൊക്കെയാണല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പടം ചെയ്യുമ്പോൾ. സന്തോഷമുണ്ട്. ബാക്കി ആൾക്കാർ കൂടുതൽ കണ്ടിട്ട് പറയട്ടെ. താങ്ക് യു. എല്ലാവരുടെ ആക്ടേഴ്സ്, ബിജുമേനോട് ആണെങ്കിലും ആസിഫ് അലി ആണെങ്കിലും അവരുടെയൊക്കെ ആ ഒരു കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആസിഫ് ഭയങ്കര ഹാപ്പി. ബിജുവേട്ടൻ ഇപ്പൊ കൂടെ ഇല്ല. ബിജുവേട്ടൻ ചെന്നൈയിലാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിപ്പുണ്ടായി കണ്ടിന്യൂസ് ആയിട്ട്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ലാസ്റ്റ് വരെ ഇതിന്റെ ഒന്നും സസ്പെൻസ് പോവില്ല എന്നുള്ളതാണ്. ലാസ്റ്റ് നമ്മൾ ഗസ് ചെയ്യത്തില്ല ആരാണെന്ന് ചെയ്തത്. വെരി ഗുഡ് മൂവി, ബ്രില്യന്റ് മൂവി. ആരാണ് കുറച്ചുകൂടെ ബെറ്റർ ഒരു എന്താ പറയാ ഒരു നല്ലൊരു ആക്ടിങ്? രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുക കേട്ടോ. നമുക്ക് അത് ആരാ ബെറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല. ബെസ്റ്റ്, മസ്റ്റ് വാച്ച്. നല്ലൊരു ഹാപ്പിനെസ്. ഭയങ്കര രസമായിരുന്നു കണ്ട്. ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആയിരുന്നു കാണാനായിട്ട്. ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള നമുക്ക് ആ പോലീസ് ഇതൊക്കെ ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഒരു ഫിലിമാണ്. ജിസേട്ടന്റെ സിനിമ ആയതുകൊണ്ട് ഭയങ്കര അത്ഭുതവും സന്തോഷവും ഒക്കെ ഉണ്ട്. ഭയങ്കര ഹാപ്പിയാ. താങ്ക് യു.